അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുമേഖലകളിലും വളരെ കൃത്യമായി പാലിക്കണമെന്ന് വളരെ ഗൗരവമായ ഭാഷയിൽ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഇഹലോകത്ത് മനുഷ്യനെ ഏറെ അസ്വസ്ഥപ്പെടുത്തുന്ന, അവന്റെ സമാധാനം കെടുത്തുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് മക്കൾ വഴിതെറ്റിപ്പോകുന്നത്. മക്കളുടെ ധാർമ്മിക ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷം അതളന്ന് തിട്ടപ്പെടുത്തുവാൻ സാധ്യമല്ലെന്നതുപോലെ തന്നെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അതിഗുരുതരമായ വ്യതിയാനവും മാതാപിതാക്കളെ മാത്രമല്ല നാടിനെ മുഴുവനും അസ്വസ്ഥപ്പെടുത്തുകയും അവരുടെ സമാധാന ജീവിതത്തിന് വിള്ളലേൽപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. യാതൊരുവിധ വിശദീകരണവും ആവശ്യമില്ലാത്ത വിധം ഇക്കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ പ്രയാസപ്പെട്ട് കൂലിവേല ചെയ്ത് തന്റെ മകളെ പഠിപ്പിക്കുന്ന ഒരു മാതാവിനുണ്ടായ ദുരനുഭവത്തെ സംബന്ധിച്ച് ഈ കഴിഞ്ഞൊരാഴ്ചയിൽ നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതുമാണ്. സ്വന്തം മകൾ ഉമ്മക്ക്, തന്റെ അമ്മക്ക് ഭക്ഷണത്തിൽ ലഹരി നൽകി തന്റെ സഹപാഠികൾക്ക് ലൈംഗിക പൂരണത്തിന് വേണ്ടി, ലൈംഗിക ശമനത്തിന് വേണ്ടി സ്വന്തം മാതാവിനെ സമർപ്പിച്ച ഹൃദയഭേദകമായ വാർത്ത നമ്മൾ കേട്ടു. മനുഷ്യന്റെ എല്ല് നുറുങ്ങിപ്പോകുന്ന വിധത്തിലുള്ള വേദനയാണ് അല്പമെങ്കിലും സ്നേഹവും കരുണയുമൊക്കെ ശേഷിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത്. ഇതൊരൊറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറയാനും സാധ്യമല്ല. വേറെ ചില രീതികളിൽ കുടുംബങ്ങളെ, മാതാപിതാക്കളെ നിർദ്ദയം വധിച്ചു കളയുന്ന മക്കളുടെ, അവരെ സംബന്ധിച്ചുള്ള വാർത്തയുടെ ആധിക്യം അത് പലപ്പോഴായി നമ്മൾ കേൾക്കുന്നു എന്നല്ല, അത് കേൾക്കാത്ത ഒരു ദിവസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാവുന്ന വിധത്തിലാണ് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ മകളുടെ കരങ്ങളാൽ ഞാൻ വധിക്കപ്പെടുകയില്ല എന്ന് ധൈര്യസമേതം പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ വളർന്നു വരികയാണ്. വിദ്യാഭ്യാസമില്ലാത്തവരോ വിദ്യാഭ്യാസത്തിന്റെ മധു നുകരാത്തവരോ അല്ല ഈ ചെയ്യുന്നത് എന്നത് പ്രശ്നത്തിന്റെ ഗൗരവം കൂട്ടുകയാണ്. ഈ ഒരു വേളയിൽ രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന, നമ്മുടെ ശ്രദ്ധ വളരെ ഗൗരവമായി പതിയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അവ ഓർമ്മപ്പെടുത്തുകയാണ്. പുതിയൊരു കാര്യം പഠിപ്പിക്കുകയല്ല, നമുക്കറിയാവുന്ന ചില കാര്യങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ്. മക്കൾ അങ്ങനെ ആയി പോകുന്നതിന്റെ ഭൗതികമായ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനം അവിടെ വളർത്തപ്പെടുന്ന ചുറ്റുപാടുകളാണ്. കേരളത്തിൽ അറിയപ്പെട്ട ഒരു
കുറ്റവാളി അയാളെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഏതൊരു കുറ്റവാളിയോടും ചോദിക്കുന്നത് പോലെ നിന്റെ അവസാന ആഗ്രഹം എന്താണ് എന്ന് ചോദിക്കുന്നു. അയാൾ പറയുന്നു, എനിക്കെന്റെ അമ്മയെ കാണണം. അമ്മയെ കണ്ടപാട് കെട്ടിപ്പിടിച്ച് ആ അമ്മയുടെ ചെവി കടിച്ചു മുറിച്ച് വലിച്ചെടുക്കുന്നു. എന്നിട്ട് അവൻ പറഞ്ഞ ഒരു കാര്യം, ഈ വിധത്തിൽ എന്നെ ഒരു കുറ്റവാളിയാക്കിയത് ഈ തള്ളയാണ് എന്നാണ്. ഈ തള്ളയുടെ വളർത്തു ദോഷമാണ് എന്നെ ഈ വിധത്തിലുള്ള ഒരു കുറ്റവാളിയും ക്രിമിനലുമാക്കി മാറ്റിയത് എന്ന് അയാൾ തുറന്നു പറയുന്നു. അത് സത്യമാണ്. വീടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളും മാതൃകകളും അതിൽ വീഴ്ചകൾ സംഭവിച്ചാൽ കുഞ്ഞിന്റെ ഭാവിയെ അത് പ്രതികൂലമായി ബാധിക്കും. അവൻ മോശക്കാരനായാൽ ആ കുടുംബത്തിന്റെ മാത്രമല്ല അതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരിക. ഒരു നാട് മൊത്തം, ഒരു ജനത, ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു നാട് മുഴുവൻ അവനൊരു ശല്യക്കാരനായി മാറുമെന്നുള്ളതിന്റെ നേർചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ ധാരാളമുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് വിശ്വാസികളായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ജനിച്ചു വീഴുന്ന ഏതൊരു കുഞ്ഞും അവന് ചില നിർണിതമായ അവകാശങ്ങൾ രക്ഷിതാക്കളിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. അവിഹിത ബന്ധത്തിൽ ജനിക്കുന്ന കുഞ്ഞിന് പോലും അവന്റെ അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന മതമാണ് നമ്മുടേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവിഹിത ബന്ധത്തിൽ ജനിച്ച ഒരു കുഞ്ഞ്, ഒരാൾ ഗർഭിണിയായി അവിഹിത ബന്ധത്തിൽ അവർ ഒരു പ്രത്യേക സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയതാണ്. അവർക്കതിൽ അങ്ങേയറ്റത്തെ പശ്ചാത്താപബോധമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു, ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, അതിനുള്ള ശിക്ഷ നടപ്പാക്കണം എന്ന് പറഞ്ഞു. അവർ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, നീ തിരിച്ചു പോ. അവിടെ രക്ഷിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവൾ പ്രസവിക്കുന്നത് വരെ അവരെ നന്നായി പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. അവളെ പ്രസവിച്ച ശേഷം അവളെയും കൂട്ടി വരൂ, തുടർന്ന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാമെന്ന്. അവർ പ്രസവിച്ചു, കുഞ്ഞുമായി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിനെ മുലയൂട്ടാൻ പറഞ്ഞു. കുഞ്ഞിന്റെ മുലകുടി കാലം കഴിഞ്ഞ് കട്ടിയുള്ള ആഹാരമൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശിക്ഷ നടപ്പാക്കിയത്. അവിഹിത ബന്ധത്തിൽ ജനിച്ച ഒരു കുഞ്ഞിന് പോലും അവന്റേതായ അവകാശമുണ്ട്. ഒരമ്മയുടെ അമ്മിഞ്ഞപ്പാല് കുടിക്കാനുള്ള അവകാശം അവനുണ്ട്. അവൻ കുറ്റക്കാരനല്ല. അവൻ വഴിവിട്ട മാർഗത്തിലൂടെ ജനിച്ചു എന്നുള്ളത് അവന്റെ കുറ്റമല്ല. അപരർ ചെയ്ത കുറ്റത്തിന്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടുവാനോ അവന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുവാനോ പാടില്ലെന്ന് ദീൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനത് സൂചിപ്പിക്കുന്നത്, ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് അവർക്ക് കിട്ടേണ്ടുന്ന ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അവന്റെ പട്ടിണി മാറ്റുക എന്നത് മാത്രമല്ല, അവന്റെ വിശപ്പടക്കുക, അവന് സുഖകരമായ ഭദ്രമായ കുടിലൊരുക്കുക എന്നതിൽ മാത്രം ഒതുങ്ങുകയില്ല ഒരു രക്ഷിതാവിന്റെ ബാധ്യത. ഏറ്റവും പ്രധാനമായി ഇതെല്ലാം ഉണ്ടെങ്കിലും അതൊന്നും നിഷേധിക്കാൻ പാടില്ല. അതൊക്കെ വളരെ കർശനമാണ്. അതുകൊണ്ടാണ് 3 ത്വലാഖ് ചൊല്ലപ്പെട്ടവൾ അവൾക്ക് പിന്നെ ഭർത്താവ് ചെലവിന് കൊടുക്കുകയോ താമസ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യേണ്ടെന്ന ബാധ്യത ഇയാൾക്കില്ല. പക്ഷെ അവൾ ഗർഭിണിയാണെങ്കിൽ ആ പെണ്ണിന് ചെലവിന് കൊടുക്കൽ അവന്റെ ബാധ്യതയാണ്. കാരണം അവളുടെ ഗർഭപാത്രത്തിൽ വളരുന്നത് തന്റെ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ അയാൾ ചെലവിന് കൊടുക്കണം.
അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയുടെ കുഞ്ഞിന് മാത്രം ഗർഭത്തിലിരിക്കുന്നതിന് കുഞ്ഞിന് മാത്രം ചെലവ് കൊടുക്കുക എന്നുള്ളത് പ്രായോഗികമല്ല, അമ്മക്ക് കൂടെ കൊടുക്കണ്ടേ? അതുകൊണ്ട് അക്കാര്യം ശ്രദ്ധിക്കണമെന്ന് ദീൻ പറഞ്ഞു. ഇങ്ങനെ ഒരു കുഞ്ഞിനോടുള്ള അവകാശങ്ങൾ കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്. അതിന്റെ ഓരോ വശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗർഭിണിക്ക്, മുലയൂട്ടുന്നവൾക്ക് താൽക്കാലികമായി നോമ്പ് ഒഴിവാക്കുവാനുള്ള അനുവാദം ദീൻ നൽകിയിട്ടുണ്ട്. ദീർഘമായി നമസ്കരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ ഇമാം നിൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ നമസ്കാരം ചുരുക്കിയ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു വേഷപ്രച്ഛന്നനായി തന്റെ പ്രജകളുടെ ക്ഷേമാശ്ചര്യം അന്വേഷിക്കാൻ നടക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. അദ്ദേഹം ചെന്ന് അന്വേഷിക്കുന്നു, എന്താണ് ഈ കുഞ്ഞ് കരയാൻ കാരണം? കുഞ്ഞിന് ഭക്ഷണമൊന്നും നൽകുന്നില്ലേ എന്നന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ആ മാതാവ് പറഞ്ഞത്, മുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഉമറിന്റെ പൊതു ഖജനാവിൽ നിന്ന് ഭക്ഷണാനുകൂല്യമില്ല, അതുകൊണ്ട് ഈ കുട്ടിയുടെ മുലകുടി നിർത്താൻ ശ്രമിക്കുകയാണ് ഞാൻ. മുലകുടി നിർത്തിയാൽ ഇതിന്റെ പൊതു ഖജനാവിൽ നിന്നൊരു നിശ്ചിത വിഹിതം കിട്ടും. അതുകൊണ്ടാണ് ഈ കുഞ്ഞിന്റെ മുലകുടി അതിന്റെ സമയമെത്തുന്നതിന് മുമ്പ് തന്നെ അത് നിർത്താനുള്ള പണിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ അന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞ് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു സർവ്വ കുഞ്ഞുങ്ങൾക്കും പൊതു ഖജനാവിൽ നിന്ന് നിശ്ചിതാവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ച ചരിത്ര പ്രസിദ്ധമായ ഒരു വിധി പ്രഖ്യാപനമുണ്ട്. നോക്കൂ നിങ്ങൾ, കുഞ്ഞുങ്ങളെ പരിഗണിക്കേണ്ടതിന്റെ പ്രാധാന്യം നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിൽ നിബിഡമായി കിടക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതായി, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ അഖീഖത്തെറുക്കണം. കഴിയുന്ന ആളുകളെല്ലാം അത് ചെയ്യണം. ഇതിലൊക്കെ വീഴ്ചകൾ വരുമ്പോൾ ആ കുഞ്ഞിന്റെ വളർച്ചയെ, അവന്റെ ധാർമ്മികമായ നമ്മൾ അവനോടുള്ള കടമ നിർവഹിക്കാതെ പോകുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടാകും. അഖീഖത്തെറുക്കണം. ഒരാൺകുട്ടിക്ക് 2 ആടിനെയും ഒരു പെൺകുട്ടിയാണെങ്കിൽ 1 ആടിനെയും അറുക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റുക. ഇന്ന് ഏറെക്കുറെ അത് ആളുകൾ ശ്രദ്ധിക്കാറുണ്ടെങ്കിലും സാമ്പത്തികമായ ശേഷിയുള്ള പലരും ഇപ്പോഴും ആ വിഷയത്തിന്റെ പ്രാധാന്യം അത്രമേൽ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് തോന്നിപ്പോകുന്ന വിധമാണ് പലപ്പോഴും ഈ രംഗം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുക. ഇതെല്ലാം അവനെ ധാർമ്മികമായ ബോധം നൽകുന്നതിന്റെ ഭാഗം, അവനെ വളർന്ന് ഉപദേശങ്ങളൊക്കെ കേൾക്കുവാനുള്ള ഒരു പ്രായമെത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവന് ഉപദേശങ്ങൾ നൽകണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സത്യവിശ്വാസികളെ, നിങ്ങൾ സ്വന്തം തടി നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം. സ്വന്തം കുടുംബത്തിന്റെയും നരകത്തിൽ നിന്ന് നിങ്ങൾ അത് കാത്തുകൊള്ളണം. നരകമെന്ന് പറയുന്നത് വഖൂദുഹൻ നാസു വൽ ഹിജാറ, അവിടെയുള്ള ഇന്ധനം എന്ന് പറയുന്നത് മനുഷ്യനും കല്ലുകളുമാണ്. മനുഷ്യനെയും കല്ലുകളെയുമാണ് അവിടെ കത്തിക്കപ്പെടുന്നത്. കല്ല് കത്തുക എന്ന് പറയുമ്പോൾ അതിന്റെ ഭീകരത എത്രയാണ്. നമ്മുടെ വീട്ടിലൊക്കെ അടുപ്പ്, കല്ലുകൊണ്ടുള്ള അടുപ്പ് ഉപയോഗിച്ചിരുന്നു. എന്നെങ്കിലും ആ കല്ല് ഒന്ന് കത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല. കല്ല് കത്തണമെങ്കിൽ ആ തീക്ക് അപാരമായ തീവ്രമായ ചൂടുണ്ടാവണം. അങ്ങനെ കല്ല് കത്തിക്കപ്പെടുന്ന ലോകമാണ് നരകലോകം. ആ നരകത്തിൽ നിന്ന് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കാത്തുകൊള്ളണം. അതിനുള്ള നിർദ്ദേശങ്ങൾ, അതിൽ രക്ഷപ്പെടുവാനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ നൽകണം. ധാർമ്മികമായ ബോധം അവർക്ക് നൽകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലും കാണാം. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിൽ നിന്നും അത് വളരെ സ്പഷ്ടമായി നമുക്ക് മനസ്സിലാക്കാനും കഴിയും. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുള്ളത്, അവരെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ അദ്ദിബൂഹും വഅല്ലിമൂഹും, നിങ്ങൾ അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണം, നിങ്ങൾ അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് അതിന്റെ ഉദ്ദേശം. വാക്കുകൾ കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ നമ്മുടെ ജീവിതം കൊണ്ട് അവർക്ക് ഉപദേശം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് ഇക്കാലത്ത് ഉപദേശം ആഗ്രഹിക്കാത്ത, അത് ഇഷ്ടപ്പെടാത്ത, അതിനെ വെറുക്കുന്ന തലമുറയാണ്.
അവരുടെ മുമ്പിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ അവർക്ക് ഉപദേശം നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം ഖിദ്മത്ത് ചെയ്തിട്ടുള്ള ഖാദിമുർ റസൂൽ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു തആല. 10 വർഷം നബിക്ക് ഖിദ്മത്ത് ചെയ്ത ആളാണ്. നബി മദീനയിലേക്ക് പലായനം ചെയ്തെത്തിയപ്പോൾ ഈ കുട്ടിയുടെ കയ്യും പിടിച്ച്, അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യും പിടിച്ച് അദ്ദേഹത്തിന്റെ മാതാവ് നബിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഈ കുട്ടിനെ നിങ്ങൾക്ക് സേവനം ചെയ്യാൻ ഇതാ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കും. നബിയുടെ 10 വർഷക്കാലം മദീനയിലെ ഒരു 10 പതിറ്റാണ്ട് കാലത്തെ ജീവിതം മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്ത കുട്ടിയാണ് അനസ് റളിയല്ലാഹു തആല അൻഹു എന്ന് നമുക്കറിയാം. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വളർത്തിയ രീതിയെ സംബന്ധിച്ച് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഈ 10 വർഷത്തിനിടക്ക് അനസ്, നീ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, നീ എന്തേ ഇങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് ഞാൻ പഠിച്ചത് നബിയുടെ ജീവിതത്തിൽ നിന്നാണ്. വാക്കിൽ നിന്ന് മാത്രമല്ല, ജീവിതത്തിൽ നിന്ന് ഞാൻ അത് ഒപ്പിയെടുക്കുകയാണ്. 10 വർഷത്തിനിടയിൽ അനസ്, നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല എന്നൊരു സ്വരം, അങ്ങനെ ഒരു ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല എന്നാണ്. നമ്മുടെ മക്കളുടെ അവസ്ഥ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. അവർ അധികവും കേൾക്കുന്നത് അങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെ നിരോധനങ്ങളുടെ, വിരോധനങ്ങളുടെ, കൽപ്പനകളുടെ ഒരു നിറഞ്ഞ അന്തരീക്ഷമായിരിക്കും. ഒരു സന്ദേശം അവർക്ക് നൽകണം, പക്ഷെ അത് കൊടുക്കേണ്ടത് വാക്കുകൾക്കുപരിയായി നമ്മുടെ ജീവിതം കൊണ്ടാണ്. ഒരു മുഅ്മിൻ എന്ത് ചെയ്യണം എന്നൊരു കുട്ടി ആദ്യമായി പഠിക്കുന്നത് അവന്റെ മാതാവിന്റെ, അവന്റെ പിതാവിന്റെ ജീവിതം കണ്ടാണ്. അതുകൊണ്ടാണ് ഒരു കുട്ടിയുടെ ആദ്യ പാഠശാല അവന്റെ വീടാണ് എന്ന് പറയാനുള്ള കാരണവും അതാണ്. അത് ഇസ്ലാമിക അധ്യാപനങ്ങളുടെ ഭാഗമാണ്. പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്താകുന്ന നമുക്ക് ഓരോ രംഗത്തും ശ്രദ്ധിക്കണമെന്ന കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അറിവ് അവന് ലഭിക്കുന്നുണ്ട്. അതിന്റെ മാതൃകാരൂപമാണ് അവൻ കാണാതെ പോകുന്നത്. 5-ാം വയസ്സ് മുതൽ ഒരു കുട്ടി ദീൻ പഠിക്കാൻ തുടങ്ങുന്നുണ്ട്. 5 വയസ്സാകുമ്പോഴേക്ക് അവനെ മദ്രസയിൽ കൊണ്ടുവന്ന് ചേർക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിതം അവൻ പഠിക്കുന്നു, അഖ്ലാഖ് പഠിക്കുന്നു, കർമ്മശാസ്ത്രം പഠിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്ന ഒരു കുട്ടിയുടെ സ്വഭാവം പിന്നെയും വ്യതിചലിച്ചു പോകുന്നതിന്റെ കാരണക്കാരാരാണ്? അവൻ മറ്റുള്ളവരോടുള്ള അപമര്യാദയുടെ പെരുമാറ്റത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായി അവൻ അധപ്പതിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെയാണ് നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കേണ്ടത്. നമ്മൾ നമ്മുടെ മക്കളെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമെന്ന കൽപ്പനയുടെ കൃത്യമായത് പാലിക്കുന്നവരാണോ എന്ന് നമ്മൾ ആലോചിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം രാജ്യത്ത് ഒരു നിയമം നടപ്പാക്കാൻ ഉദ്ദേശിച്ചാൽ ആദ്യം അദ്ദേഹം തന്റെ കുടുംബക്കാരെ വിളിച്ചു കൂട്ടും. ഭാര്യമാരെയും മക്കളെയും പേരക്കിടാങ്ങളെയും ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറയും, ഇതാ ഞാൻ രാജ്യത്ത് ഇങ്ങനെ ഒരു നിയമം നടപ്പാക്കാൻ പോകുകയാണ്. ആ നിയമം നിങ്ങൾ ലംഘിച്ചാൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന ശിക്ഷയുടെ ഇരട്ടിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഞാൻ ഈ രാജ്യത്തിന്റെ ഖലീഫയാണ്, അമീറുൽ മുഅ്മിനാണ് എന്ന ആനുകൂല്യം വെച്ച് ശിക്ഷയിൽ നിങ്ങൾക്ക് ഇളവുണ്ടാകില്ലെന്ന് മാത്രമല്ല, ഇരട്ടി ശിക്ഷയ്ക്ക് നിങ്ങൾ വിധേയരാകേണ്ടി വരുമെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ കുടുംബത്തെ വിളിച്ച് ബോധ്യപ്പെടുത്തിയ ശേഷമാണ് ആ നിയമം രാജ്യത്ത് പ്രഖ്യാപിക്കാറുള്ളത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ കാര്യത്തിൽ അതീവമായ ജാഗ്രതയും ശ്രദ്ധയും ഉണ്ടാകൽ അനിവാര്യമാണെന്നതാണ് ഈ ചരിത്ര ശകലം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
ആ വിധത്തിൽ നമ്മുടെ മക്കളെ വളർത്താൻ, അവർക്ക് പരലോക ചിന്തയുണ്ടാവാൻ, അതാണല്ലോ ധാർമ്മിക ബോധം എന്നൊക്കെ പറയുമ്പോൾ പ്രധാനമായും അർത്ഥമാക്കുന്നത്. അവർക്ക് ലഹരിയിലൂടെ ലഭിക്കുന്ന താൽക്കാലികമായ ആസ്വാദനത്തിന്റെയും ആത്യന്തികമായി അവരുടെ ജീവിതത്തെ അപകടപ്പെടുത്തുകയും ചെയ്യുന്ന ലഹരിയുടെ അതിന്റെ ആസ്വാദനത്തെ കുറിച്ചുള്ള, അപകടത്തെ കുറിച്ചുള്ള അതിന്റെ ആസ്വാദനം താൽക്കാലികമായ ആസ്വാദനമാണ് എന്നും അത് ആത്യന്തികമായി അവനെ അപകടമാണ് വരുത്തുക എന്ന് ബോധ്യപ്പെടണമെങ്കിൽ അവൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മോനെ, ഇബാദത്തിലൂടെ ലഭിക്കുന്ന ഒരു ആസ്വാദനമുണ്ട്, തുല്യതയില്ലാത്തൊരു ആസ്വാദനം, എന്നൊന്നും നിലനിൽക്കുന്ന ഒരു ആസ്വാദനം. അവർക്ക് ഇബാദത്തിന്റെ ആസ്വാദനത്തെ കുറിച്ച്, അതിന്റെ ഒരു ലദ്ദത്ത്, അത് മുഖേന കിട്ടുന്ന ഒരു സുഖത്തെ സംബന്ധിച്ച് അവരെ ബോധ്യപ്പെടുത്തണം. അതിന് വേണ്ടത് അവർക്കങ്ങനെ നമുക്കങ്ങനെ അവർക്കിടയിൽ ഒരു മാതൃക രക്ഷിതാവായി, പിതാവായി, മാതാവായി മാറാൻ പറ്റണം എന്നുള്ളതാണ്. അലസ്യമായി ഇബാദത്തുകളോട് അലസ്യ സമീപനം സ്വീകരിക്കുന്ന രക്ഷിതാക്കളുടെ മക്കൾ സ്വാഭാവികമായും അവരും അങ്ങനെയായി മാറും. അവർക്ക് ഇബാദത്തിന്റെ ആസ്വാദനവും അത് ലഭിക്കുവാനുള്ള ഒരു സാധ്യതയും ഉണ്ടാവില്ല. അതോടൊപ്പം ഇഹലോകം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. സദാസമയം നിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നീ കൂട്ടുകാർക്കിടയിലാണെങ്കിലും നാടിന്റെ പുറത്ത് ഉമ്മയുടെയും മാതാവിന്റെയും കണ്ണുകൾക്കപ്പുറം, കാതങ്ങൾക്കപ്പുറം ഏതെങ്കിലും ഹോസ്റ്റലുകളിൽ അവരുടെ സുഹൃത്തുക്കളോട് ഒന്നിച്ചുകൊണ്ടാണ് നീ പഠനം നയിക്കുന്നതെങ്കിലും നീ നിന്റെ റൂം ഭദ്രമായി അടച്ച് ആരും കാണുന്നില്ലെന്നുള്ള ബോധ്യത്തോടുകൂടെ നീ കാണുന്ന അശ്ലീലതകളെ, നീ ആരുമായാണോ ചാറ്റ് ചെയ്യുന്നത്, അതിനെ സംബന്ധിച്ച് എല്ലാം അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന ബോധം അവരിൽ ഉണ്ടാക്കിയെടുക്കണം. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ സാരോപദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശങ്ങളിൽ ഒന്ന്, യാ ബുനയ്യ ഇന്നക ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഹ്റത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ എന്ന് ലുഖ്മാൻ അലൈഹിസ്സലാം മകന് നൽകിയ ഉപദേശമാണ്. മോനെ, നീ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ആകാശത്തിലോ ഭൂമിക്കുള്ളിലോ ഒരു പാറക്കുള്ളിലോ എവിടെയാണെങ്കിലും എത്ര രഹസ്യമായി നീ ചെയ്ത എത്ര ചെറിയ പാപമാണെങ്കിലും അല്ലാഹു തആല അത് കൊണ്ടുവരും. അല്ലാഹു തആല സകലമാന നിഗൂഢ കാര്യങ്ങളെ സംബന്ധിച്ചും അതിസൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന ബോധം അല്ലാഹു തആല സദാസമയവും തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധം നിനക്കുണ്ടാവണം. ഈ ഒരു ബോധം മക്കൾക്ക് കിട്ടിയാൽ അവർ പിന്നെ വഴിതെറ്റിപ്പോകില്ല. മക്കൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ? ടാബ് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ? അവർക്ക് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന രക്ഷിതാക്കളുണ്ട്. ഈ ഒരു ബോധമുള്ള കുഞ്ഞിന് നിങ്ങൾക്ക് എന്തും വാങ്ങിക്കൊടുക്കാം. സദാസമയം തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ടെന്ന് ബോധം ഇടനെഞ്ചിൽ ശക്തമായ വേരോട്ടം ലഭിച്ച ഒരു കുട്ടിക്ക് ഇത് വാങ്ങിക്കൊടുക്കാം. അവന് ഈ ഒരു ബോധം അവന്റെ മനസ്സിലുള്ള കാലത്തോളം അവൻ വഴിതെറ്റിപ്പോകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ കുട്ടികളെ വരെ ഇക്കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചിരുന്നു. പലതവണ നമ്മൾ കേട്ടതാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ ചെറിയ കുട്ടിയായിരിക്കെ തന്നെ ഇസ്ലാമിന്റെ മൗലികമായ വിശ്വാസങ്ങൾ അദ്ദേഹത്തെ റസൂൽ പഠിപ്പിക്കുന്നു. യാ ഗുലാം, ഏ കുട്ടി, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, നിനക്ക് ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ പഠിപ്പിക്കുന്നത്, യഹ്ഫളില്ലാഹ്, മോനെ, നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, അല്ലാഹുവിന്റെ വിധികൾ ജീവിതത്തിൽ പാലിക്കണം, വിലക്കുകളിൽ നിന്ന് മാറി നിൽക്കണം. ഇതാണ് അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. എങ്കിൽ അല്ലാഹു തആല നിനക്ക് സംരക്ഷണം തരും. നിനക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിൽ രക്ഷപ്പെടുവാനുള്ള മഖ്റജ് അല്ലാഹു തആല ഉണ്ടാക്കി തരും. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം.
നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണം. ഇങ്ങനെ തൗഹീദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഖലാഖദർ റസൂലുള്ള ചെറിയ കുട്ടിയെ പഠിപ്പിക്കുന്നു. തന്നെ ധാർമ്മിക ബോധം നൽകുക എന്നതിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. റസൂലുള്ള പറഞ്ഞു, വഅലം ലവിജ്തമഅത്തിൽ ഉമ്മ അലാ അൻ യൻഫഊക മാ യൻഫഊക ഇല്ലാ മാ കതബല്ലാഹു ലക് വഇൻ ഇജ്തമഉ വലാ യദുറൂക മാ യദുറൂക ഇല്ലാ മാ കതബല്ലാഹു അലൈക. മോനെ, ഉമ്മത്ത് ഒന്നടങ്കം കൈകോർത്ത് നിനക്കൊരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചാലും അല്ലാഹു തആല കണക്കാക്കിയിട്ടില്ലെങ്കിൽ അത് സാധ്യമല്ല എന്ന് നീ അടിയുറച്ച് മനസ്സിലാക്കിക്കൊള്ളണം. ഉമ്മത്തൊന്നടങ്കം കൈകോർത്ത് നിനക്ക് എന്തെങ്കിലും ഒരു ദുരന്തം വരുത്താൻ തീരുമാനിച്ചാൽ അല്ലാഹു തആല അങ്ങനെ തീരുമാനിച്ചിട്ടില്ലേ, അത് നടക്കില്ല മോനെ എന്ന് നീ അടിയുറച്ച് വിശ്വസിച്ചു കൊള്ളണമെന്ന് ഖലാഖദറിന്റെ ഈ വിശ്വാസത്തെ, അതിന്റെ മൗലികമായ വിശ്വാസത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്ന് പുതുതലമുറയിൽ ആത്മഹത്യാ പ്രവണതകൾ വർദ്ധിച്ചു വരികയാണ്. ചെറിയ നിസ്സാരമായ കാര്യങ്ങളെപ്പോലും തരണം ചെയ്യാൻ സാധ്യമല്ലാതെ ലോലമായ ഹൃദയമാണ് മക്കൾക്കുള്ളത്. ആ മക്കൾക്ക് ജീവിതത്തിൽ എന്ത് ദുരന്തമുണ്ടായാലും അതിലൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗമുണ്ടെന്നും അല്ലാഹു തആലയുടെ വിധി മാത്രമേ നടക്കുകയുള്ളൂ എന്ന ഈ ഖലാഖദറും തവക്കുലും തൗഹീദും അവിടെ മനസ്സിൽ പതിയേണ്ട രൂപത്തിൽ പഠിപ്പിച്ചു കൊടുത്താൽ ഒരിക്കലും ഒരു തുണ്ടൻ കയറിൽ, ഒരു വിഷത്തിൽ ഒന്നും അവിടെ ജീവിതം അവർ അവസാനിപ്പിക്കില്ല. തരണം ചെയ്യാനുള്ള കരുത്ത് അവർക്കുണ്ടാകും. ഇസ്ലാമിക വിശ്വാസം പ്രദാനം ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം കൂടിയാണത്. ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവസാനമായി മക്കൾക്ക് നൽകുന്ന ഉപദേശങ്ങൾ, അത് അവർക്ക് നൽകേണ്ടുന്ന ധാർമ്മികമായ ബോധങ്ങൾ, അതിന് പ്രയോജനമുണ്ടാകണമെങ്കിൽ മക്കളെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന ബോധ്യം അവർക്കുണ്ടാകണം. മക്കളെ സ്നേഹിക്കാത്ത രക്ഷിതാക്കൾ ഉണ്ടാവില്ല. പൊതുവെ മാതാപിതാക്കളുടെയൊക്കെ പൊതുവെ ഒരു പ്രാർത്ഥന അവരുടെ മനസ്സിലുള്ളത് പറഞ്ഞാലും ഇല്ലെങ്കിലും പൊതുവെയുള്ള ഒരു കാര്യം, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ മക്കളെ മരിപ്പിക്കരുതേ എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്റെ മക്കളെ മരിപ്പിക്കല്ലേ എന്ന് പറഞ്ഞാൽ അത് താങ്ങാനുള്ള കരുത്തില്ല. അത്രമേൽ എന്റെ മകന്റെ ഖബറിലേക്ക് മണ്ണ് വാരിയിടുവാനുള്ള ബലം എന്റെ കയ്യിലില്ല. അതിന് മാത്രമുള്ള ഒരു മനക്കരുത് എനിക്കില്ല എന്നതാണ് ഈ പ്രാർത്ഥനയുടെ ഒരു വശം. എന്ന് പറഞ്ഞാൽ അത്രമേൽ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്നർത്ഥം. ആ ഒരു സ്നേഹം മനസ്സിൽ ഇങ്ങനെ മൂടി അത് പുറത്തേക്ക് വരാതെ പ്രകടിപ്പിക്കാൻ കഴിയാതെ ഇരുന്നാൽ ആ സ്നേഹം കൊണ്ടൊരു കാര്യവുമില്ല. പ്രകടിപ്പിക്കാൻ കഴിയാത്ത സ്നേഹം അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവില്ല. നമ്മൾ അവരെ സ്നേഹിക്കുന്നു എന്നവർക്ക് ബോധ്യപ്പെടണം. എന്റെ ഉമ്മ, എന്റെ ഉപ്പ എനിക്ക് ഗുണകരമായ കാര്യമല്ലാതെ എന്നോട് പറയില്ല എന്നും എനിക്ക് ദോഷകരമായ ഒരു കാര്യമായിരിക്കും എന്റെ മാതാപിതാക്കൾ എന്നോട് വിരോധിക്കുന്നത് എന്നുമുള്ള ഉത്തമ ബോധ്യമുള്ള മക്കളായി മാറിയാൽ, അവർ ബോധ്യം നമ്മളിൽ നിന്ന് കിട്ടിയാൽ അവർ വഴിതെറ്റിപ്പോകില്ല. അതിനവർക്ക് ബോധ്യം വരണം. നമ്മൾ അവരെ സ്നേഹിക്കുന്നു എന്ന ബോധ്യം അവർക്കുണ്ടാകണം. അത് പ്രകടിപ്പിക്കണം. അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന തെറ്റുകളെ തിരുത്തുമ്പോൾ അതിൽ ഗുണകാംക്ഷ നിറഞ്ഞു നിൽക്കുന്നത് അവർക്ക് ബോധ്യപ്പെടണം. മുതിർന്ന ആളുകളിൽ നിന്ന് പോലും തെറ്റുകൾ സംഭവിക്കുമ്പോൾ എത്ര ഭംഗിയായാണ് റസൂൽ തിരുത്തിയിരുന്നത് എന്ന് നമുക്കറിയാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റമളാനിന്റെ പകൽ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരാൾ നബിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട്, നിനക്കൊരു അടിമയെ മോചിപ്പിക്കാൻ സാധിക്കുമോ? അതല്ലെങ്കിൽ 60, അതിന് സാധ്യമല്ലെങ്കിൽ 2 മാസക്കാലം തുടർച്ചയായി നോമനുഷ്ഠിക്കാൻ 60 മിസ്കിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? ഇതൊന്നും അദ്ദേഹത്തിന് സാധ്യമല്ലെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, എന്നാൽ ഈ ഒരു കൊട്ടക്കാരക്ക നീ താമസിക്കുന്ന പ്രദേശത്തെ ഏറ്റവും ദരിദ്രരായ ആളുകൾക്കിടയിൽ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ആ താമസിക്കുന്ന പ്രദേശത്തെ ഏറ്റവും വലിയ ദരിദ്രൻ ഞാനാണ് എന്ന് പറഞ്ഞ സംഭവം നമുക്കറിയാം. നോക്കൂ, നിങ്ങൾ നബി തിരുത്തിയ രൂപം നോക്കൂ. ഈ വ്യക്തിയോട് നബി ദേഷ്യപ്പെടുന്നില്ല.
ആ അബദ്ധം പിണഞ്ഞ സ്വഹാബിയോട് റസൂൽ ദേഷ്യപ്പെടുന്നില്ല. അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇതൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ധർമ്മം ചെയ്യാൻ വരെ നബി കൊടുക്കുകയാണ്. പിന്നെ ആ രീതിയിലാണ് റസൂൽ തെറ്റിദ്ധരുത്തിയത്. മുതിർന്നൊരു മനുഷ്യൻ പള്ളിയിൽ വന്ന് മൂത്രമൊഴിച്ചപ്പോൾ അദ്ദേഹത്തെ തിരുത്തിയതുണ്ട്. നമസ്കാരത്തിൽ സംസാരിച്ച ആളെ തിരുത്തിയ സംഭവങ്ങളുണ്ട്. ഒന്നും ഒരിടത്തും ദേഷ്യപ്പെടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിനിടയിൽ സംസാരിച്ച വ്യക്തിയെ തിരുത്തിയത്. ഇത് നമസ്കാരമാണ്. ഇതിലിങ്ങനെ സൃഷ്ടികളോടുള്ള അഭിസംബോധനയോ നിശ്ചിതമായ ദിക്റുകളും പ്രാർത്ഥനകൾക്കും അപ്പുറം വേറൊന്നും പറയാൻ പാടില്ലെന്ന് പറഞ്ഞു തിരുത്തി. ആ സദസ്സിൽ നിന്നും അദ്ദേഹം പിരിഞ്ഞു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ല ഗുരുനാഥൻ, ഏറ്റവും നല്ല അധ്യാപകൻ റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, എന്റെ അടുക്കൽ ഒരു അബദ്ധം സംഭവിച്ചപ്പോൾ എന്നെ ചീത്ത പറഞ്ഞില്ല, എന്നെ വഴക്ക് പറഞ്ഞില്ല, എന്നോട് കാർക്കശ്യത്തിൽ സംസാരിച്ചില്ല. വളരെ സൗമ്യമായ ഭാഷയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുന്നു. മുതിർന്നയാളാണ് ഈ തിരുത്തുന്നത്. അപ്പൊ കുട്ടികളെ നമ്മൾ എങ്ങനെയായിരിക്കും തിരുത്തേണ്ടത്? മുതിർന്ന ആളുകളോട് പോലും ഈ വിധത്തിലാണ് അവിടെ തെറ്റുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയതെങ്കിൽ പ്രായവും പക്വതയുമില്ലാത്ത നമ്മുടെ ഉയരത്തെക്കാൾ 3 ഇരട്ടി താഴെ ഉയരമുള്ള കുഞ്ഞുങ്ങളോട് ഏത് രീതിയിലായിരിക്കും നമ്മൾ പെരുമാറേണ്ടത് എന്നതെല്ലാം ഈ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന പാഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെല്ലാം യഥാവിധി ശ്രദ്ധിക്കാൻ സാധിക്കുന്ന വിശ്വാസികളെ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ അക്മലാനി അലൽ മബ്ഊസ് റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, സഹോദരികളെ, ഏറെക്കുറെ നമ്മുടെ മക്കൾക്ക് അവധിക്കാലമാണ്. അവധിക്കാലം അത് ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ വിനിയോഗിക്കുവാനുള്ള സാഹചര്യം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഒരുക്കി കൊടുക്കണം. സലഫുകൾ പലപ്പോഴും മക്കളോട് പറയും, നീ ഇത്ര ഹദീസ് പഠിച്ചാൽ നിനക്ക് അന്ന സമ്മാനം തരാം, നീ ഇത്ര ആയത്ത് പഠിച്ചാൽ നിനക്ക് അന്ന സമ്മാനം തരാം എന്ന് പറഞ്ഞ് പഠിക്കാനുള്ള, ദീൻ പഠിക്കാനുള്ള പ്രേരണ മക്കൾക്ക് അവർ നൽകിയിരുന്നു എന്ന് അവരുടെ ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പൊ ഒന്നാമതായി സമയത്തിന്റെ പ്രാധാന്യവും അത് എത്രമേൽ വിലപ്പെട്ടതാണ് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ മക്കൾക്കും നമുക്കും ഉണ്ടായിരിക്കണം. ഒരു ദിവസത്തിലെ 1440 മിനിറ്റ് അത് ഓരോ മിനിറ്റും സുഹൃതങ്ങൾ കൊണ്ട് നിറക്കാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്തയാൽ, അതിനെക്കുറിച്ചുള്ള ആലോചനയാൽ അവൻ വ്യാപൃതനാക്കണം. എന്തെങ്കിലും ഒരു നല്ല പ്രവർത്തനത്തിൽ മക്കളെ വ്യാപൃതരാക്കണം, അല്ലെങ്കിൽ അവർ വഴിവിട്ടു പോകും. അടങ്ങി നിൽക്കാൻ കഴിയില്ല. ഒന്നുകിൽ നല്ല കാര്യത്തിൽ അവരുടെ മുഴുകുക, അല്ലെങ്കിൽ അവരെ വ്യാപൃതരാക്കുക. അതിന് നമുക്ക് സാധിച്ചില്ലെങ്കിൽ അവർ വഴിതെറ്റിപ്പോകും, അവർ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് ഒഴുകും. അടങ്ങി നിൽക്കാൻ കഴിയില്ല. ഒന്നുകിൽ നന്മ അല്ലെങ്കിൽ തിന്മ. അത് നന്മയുടെ റൂട്ടിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതിന് വേണ്ടുന്ന ചുറ്റുപാടുകൾ നമ്മുടെ വീട്ടിൽ തന്നെ സജ്ജമാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സുഹ്ഹത്തു വൽ ഫറാഗ്. മനുഷ്യരിൽ അധിക പേരും വഞ്ചിതരായ 2 അപാരമായ അനുഗ്രഹങ്ങളാണ്. ഒന്നവന്റെ ആരോഗ്യവും, 2 ഒഴിവ് സമയവും. സമയത്തോളം വലിയൊരു അനുഗ്രഹം വേറെ ഇഹലോകത്തുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതാണ്. 1 മണിക്കൂറിൽ ഒരാൾ 5 മിനിറ്റ് വെറുതെ കളഞ്ഞാൽ മൊത്തം ആ ദിവസം അയാൾ 2 മണിക്കൂർ വെറുതെ കളഞ്ഞിട്ടുണ്ടാവും. 10 ആകുമ്പോൾ അതിന്റെ ഇരട്ടി, 15 ആകുമ്പോൾ പിന്നെയും കൂടും. അതൊന്നും ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഒരാൾക്ക് കടം വാങ്ങാനും പറ്റില്ല സമയം, ഒരാൾക്ക് കടം കൊടുക്കാൻ പറ്റില്ല. വേറെ ഏതൊരു സാധനം കടം വാങ്ങാം, തിരിച്ചു കൊടുക്കാം, നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കാം.
പക്ഷേ സമയം അങ്ങനെയല്ല. അത് തിരിച്ചു പിടിക്കാനോ നമുക്ക് സംഭാവന നൽകാനോ പറ്റിയ കാര്യമല്ല. അതുകൊണ്ട് ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ കൊഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷങ്ങളെ കുറിച്ചും കൃത്യമായി ഉത്തരം പറയേണ്ടി വരും എന്നും നമ്മെ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ബോധ്യം നമുക്കും ഉണ്ടാകണം, മക്കൾക്കത് ഉണ്ടാക്കി കൊടുക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.